ഹായ്, നമ്മൾ ഇൻ്റഗ്രൽസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് ഇത്ര നാളും ചെയ്തിരുന്നത്. ഇൻ്റഗ്രൽ ജസ്റ്റ് ഇട്ടിട്ട് അതിൽ ലിമിറ്റൊന്നും ഇല്ലാണ്ട്, അല്ല അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒന്നും ഇല്ലാണ്ട്. ഇനി ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഈസ് ഡിനോട്ട് ബൈ ഇൻ്റഗ്രൽ ഓവർ a to b f of x dx. a is called ലോവർ ലിമിറ്റ് ആൻഡ് b is called അപ്പർ ലിമിറ്റ് ഓഫ് ദ ഇൻ്റഗ്രൽ. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നെക്സ്റ്റ്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഏരിയ ഫങ്ഷൻ. നമ്മളിപ്പോൾ ഒരു ഗ്രാഫ്, ആ ഗ്രാഫിൻ്റെ അതിൻ്റെ ആ ഫങ്ഷൻ, ഇപ്പോൾ y = f(x) എന്നുള്ള ഫങ്ഷൻ, അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ആ അപ്പർ ലിമിറ്റിന് ലോവർ ലിമിറ്റ്, അതായത് ഇൻ്റഗ്രൽ ഓവർ a to b f of x dx കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ആ ഗ്രാഫിൻ്റെ ഏരിയ ആണ്. ഓക്കെ, ആ താഴെ ബ്ലൂ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള പോർഷൻ അത് ഏരിയ ആണ്, a of x ആണ്. അവിടെ താഴെ എഴുതിയിട്ടുള്ളത് ഏരിയ ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ a of x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ a to b f of x dx. നെക്സ്റ്റ്, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം. ലെറ്റ് f be a function on a closed interval ab and let a of x be the area function, then a of x ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ f of x dx ആണെന്ന് പറഞ്ഞു. ഇനി a dash of x എന്ന് പറഞ്ഞപ്പോൾ എന്തായിരിക്കും? ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡെറിവേഷനാണ്, ഡെറിവേഷൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ a of x ഇൻ്റഗ്രൽ ഓവർ f of x dx ആയ a dash of x എന്താവും? f of x dx ആവില്ലേ? അതാണ് a dash of x ഈക്വൽ ടു f of x ഫോർ ഓൾ x ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ a b എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറഞ്ഞാൽ f be a continuous function defined on a closed interval a b, f be ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് f, then integral over a to b f of x dx ഈക്വൽ ടു f of x ക്ലോസ് ഇൻ്റർവൽ a to b ഈക്വൽ ടു f of b മൈനസ് f of a. ഓക്കെ, ഇതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഫണ്ടമെൻ്റൽ തിയറം. ഓക്കെ, റിമാർക്സ് ഒന്ന് വായിച്ചു വയ്ക്കാൻ മതി. ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് ആവശ്യമുള്ള കുറച്ച് തിയറിയാണ്. അപ്പോൾ ഈ തിയറിയിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും നോട്ടിലുണ്ടാവണം. അതായത് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ ആ ഫോർമുല, പിന്നെ ഏരിയ ഫംഗ്ഷൻ, ഏരിയയുടെ ആ ഫോർമുല, ഫസ്റ്റ് ഫണ്ടമെൻ്റൽ തിയറം എന്ന് പറഞ്ഞിട്ട് തിയറം 1 അത് എഴുതണം, ആ തിയറം മാത്രം. അതായത് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ തൊട്ട് എക്സ് ബിലോങ്സ് ടു ക്ലോസ് ഇൻ്റർവൽ എ ബി വരെ, അതുപോലെ സെക്കൻഡ് തിയറോ എഴുതണം. അത്രയും നോട്ടിലുണ്ടാവണം. പിന്നെ ഈ പ്രോപ്പർട്ടീസ് നോട്ടിലുണ്ടാവണം. പ്രോപ്പർട്ടീസിൻ്റെ പ്രൂഫ് ഇപ്പം വേണ്ട, ഞാൻ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടീസ് പഠിക്കണം. അപ്പോൾ ഫസ്റ്റ് പ്രോപ്പർട്ടി, ഇൻ്റഗ്രൽ ഓവർ a to b f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ a to b f of t dt. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. ഇനി ഇൻ്റഗ്രൽ ഓവർ a to b f of x dx ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓവർ b to a. ആ ലിമിറ്റ് നമ്മൾ ഇൻ്റഗ്രൽ ഓവർ a to b f of x dx ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓവർ b to a. ആ ലിമിറ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. a to b എന്നുള്ളത് b to a എന്നാക്കി, അപ്പോൾ അവിടെ മൈനസ് വന്നു. ഇൻ്റഗ്രൽ ഓവർ a to b f of x dx ഈക്വൽ ടു അതിൻ്റെ a to b അല്ല, അതിൻ്റെ ഇടയിലുള്ളൊരു നമ്പർ എടുത്തു, അപ്പോൾ c എന്ന് പറഞ്ഞ നമ്പർ എടുത്തു. അത് ഇൻ്റഗ്രൽ ഓവർ a to c f of x dx പ്ലസ് ഇൻ്റഗ്രൽ ഓവർ c to b f of x dx. അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രൽ ഓവർ a to b f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ a to b f of a പ്ലസ് b മൈനസ് x dx. ഇങ്ങനെ എഴുതാൻ പറ്റും. എയും ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആണ്. ഇൻ്റഗ്രൽ ഓവർ 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ f of a ഇൻ്റഗ്രൽ ഓവർ 0 to a f of a മൈനസ് x dx. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ഓവർ 0 to 2a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ 0 to a f of x dx പ്ലസ് ഇൻ്റഗ്രൽ ഓവർ 0 to a f of 2a മൈനസ് x dx. ഇൻ്റഗ്രൽ ഓവർ 0 to 2a f of x dx ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ 0 to a f of x dx. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇൻ്റഗ്രൽ ഓവർ മൈനസ് a to a f of x dx ഈക്വൽ 2 ഇൻ്റഗ്രൽ ഓവർ മൈനസ് a to a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇടയിൽ 0 എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ 0ൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും സെയിം ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്യുക. മൈനസ് a to a, അതായത് മൈനസ് 3 to 3 അങ്ങനെ പറയണ പോലെയാണ്. അതാണ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ 0 to a. അതിലേതെങ്കിലും ഒരു ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അതിൻ്റെ ആൻസർ ആവും. ഓക്കെ, ഈ പ്രോപ്പർട്ടീസ് നോട്ടിലുണ്ടാവണം. ഇത്രയും ഈ പ്രോപ്പർട്ടീസും പഠിക്കാനുള്ളതാണ്, കാണാനുള്ളത്. നമ്മുടെ ഈ ഇൻ്റഗ്രൽസിൻ്റെ ഫോർമുലാസിലെ ലാസ്റ്റ് ഫോർമുലാസാണ് ഇത്. ഓക്കെ, ഇതും കൂടി പഠിക്കാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.